ഒരു സൺഡേ ഈവനിങ് സ്നാക്ക് എന്തുണ്ടാക്കണം എന്ന് ആലോചിച്ചപ്പോഴാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്നൊരു ഐഡിയ തോന്നിയത്. അപ്പോൾ പച്ചരിയും പഴവും ശർക്കരയൊക്കെ വീട്ടിലുള്ളവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നമ്മളതിന് പച്ചരി നല്ലോണം കഴുകി ഇങ്ങനെ ഊറ്റിയെടുത്ത് വെച്ച് ഇത് മിക്സിയിലിട്ട് നല്ലോണം പൊടിപ്പിക്കും. ഇതിലേക്ക് ഇത് മാറ്റി വെച്ചിട്ട് ഇതിൽ നമ്മൾ പാളയംകുടം പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും നല്ലോണം അടിച്ച് നല്ല മിക്സ് ചെയ്ത് നമ്മളെടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് വേണ്ടതാണ് ശർക്കരപ്പാനി. ഇത് ശർക്കര ഗ്രേറ്റ് ചെയ്ത് ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുള്ള ശർക്കരപ്പാനിയാണ്. ഈ ശർക്കരപ്പാനിയും ഈ പഴവും ഈ അരിപ്പൊടിയും കൂടെ ഒരുമിച്ച് നമ്മൾ ഇങ്ങനെ പയ്യെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ആ കൺസിസ്റ്റൻസി അനുസരിച്ചാണ് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്ത് ഇതിങ്ങനെ നല്ലോണം മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഈ ടൈമിൽ നമ്മൾ കുറച്ച് തേങ്ങ ഗ്രേറ്റ് ചെയ്ത് വെച്ചതും കുടിതിലിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ മാവ് റെഡിയാക്കി ഇനി നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി എടുത്തിട്ട് നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പം പതുക്കെ മാവ് ഇങ്ങനെ കോരി ഒഴിച്ച് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഈ മാവിൽ ഇത് ടേസ്റ്റ് ചെയ്യുമായിരുന്നു. ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം ഇതൊക്കെ എടുത്ത് ഇങ്ങനെ കോരി കഴിക്കുമായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ ചൂടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. സൺഡേ നല്ല ആക്ച്വലി നമുക്ക് ഈവനിങ് സ്നാക്ക് വിശേഷ ദിവസങ്ങളിലൊക്കെ നമുക്ക് എല്ലാവരുടെയും വീട്ടിൽ കാണുന്നതും നമുക്ക് ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പവുമായിട്ടുള്ളതാണ് ഉണ്ണിയപ്പം. അപ്പം മഴയത്ത് ഉണ്ണിയപ്പം കഴിച്ചിരിക്കാം. ഹാപ്പി സൺഡേ.